വെൽക്കം ടു കിഡോ ഹെവൻ. ഹായ് കുട്ടികളെ, നമ്മൾ ഇന്ന് മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്? എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം ഏതാണെന്നറിയോ? ഞാൻ പറയട്ടെ. ക. ക. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. ക. ഈ ക എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്നറിയോ? ഇവിടെ നോക്കിക്കേ. നിങ്ങളെല്ലാവരും ക എന്ന അക്ഷരം നിങ്ങളുടെ സ്ലേറ്റിൽ എഴുതി പഠിക്കണേ. ഇനി നമുക്ക് ക എന്ന അക്ഷരം വരുന്ന 2 വാക്കുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താണ്? നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് അല്ലേ? ഈ പാത്രത്തിന് ക വെച്ചിട്ടൊരു പേര് പറയും. എന്താണ്? കലം. കലം. ഇനി അടുത്ത വാക്ക് നോക്കാം. ഇതെന്താണ്? നമ്മൾ കാണുന്നത് എന്ത് വെച്ചിട്ടാണ്? കണ്ണ്. ഓക്കെ, കണ്ണ്. ഇപ്പോൾ നമ്മൾ ക എന്ന അക്ഷരം വെച്ചിട്ട് 2 വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ക കലം, ക കണ്ണ്. ഓക്കെ, ഇനി അടുത്ത വ്യഞ്ജനാക്ഷരം ഏതാന്ന് നോക്കിയാലോ? ഏതാണ്? ഗ. 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 ഗ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ? എളുപ്പമാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്ന ഒരു അക്ഷരമാണ് ഗ. നോക്കിക്കേ. ഇനി ഗ എന്ന അക്ഷരം വെച്ചിട്ട് 2 വാക്കുകൾ പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിയാലോ? ചിത്രം നോക്കിക്കേ. എന്താണ്? നഖം. നഖം. ഇനി അടുത്ത വാക്ക് ഏതാന്ന് നോക്കാം. ഏതാണ്? മുഖം. മുഖം. ഗ നഖം മുഖം. ഓക്കെ, ഇനി 3ാമത്തെ വ്യഞ്ജനാക്ഷരം ഏതാന്ന് നോക്കിയാലോ? ഏതാണ്? ഗ. 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 ഗ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ? നോക്കിക്കേ. ഗ എന്ന അക്ഷരം എഴുതാൻ എളുപ്പമാണല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ ഗ എന്ന അക്ഷരം വെച്ചിട്ട് 2 വാക്കുകൾ പഠിക്കാനുണ്ട്. ആ വാക്കിന്റെ ചിത്രം നമുക്ക് നോക്കിയാലോ? ഇതാരാണ്? ആർക്കെങ്കിലും ഇദ്ദേഹത്തിന്റെ പേര് അറിയാമോ? എന്താണ്? ഗാന്ധിജി. ഗാന്ധിജി. ഗാന്ധിജി ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു. ആര്? ഗാന്ധിജി. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കാം. ഇതെന്താണ്? ഗദ. ഗദ. ഒന്നുറക്കെ പറഞ്ഞേ. ഗദ. രാജാവിൻ്റെ കയ്യിലുള്ള ഈ സ്വർണ്ണ വടിക്കാണ് എന്ത് പറയുന്നത്? ഗദ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ വെച്ചിട്ട് എന്തൊക്കെ പഠിച്ചു? ഗാന്ധിജി, ഗദ. ഇനി അടുത്ത അക്ഷരം പഠിക്കാം. ഏതാണെന്നറിയോ? നോക്കിക്കേ. ഈ അക്ഷരത്തിന് പറയുന്നതാണ് ഗ. 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 ഒന്നുറക്കെ പറഞ്ഞേ. ഗ. ഗ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ? ഇനി നമുക്ക് ഘ എന്ന അക്ഷരം വെച്ചിട്ട് 2 വാക്കുകൾ പഠിക്കാനുണ്ട്. എന്നാ വാക്കുകൾ പഠിച്ചാലോ? ഇതെന്താണ്? നമ്മൾ സമയം നോക്കാൻ ഉപയോഗിക്കുന്ന ക്ലോക്ക് ആണ് അല്ലേ? ഈ ക്ലോക്കിന് ഘ എന്ന അക്ഷരം വെച്ചിട്ട് വേറൊരു പേര് പറയും. അതെന്താണെന്നറിയോ? ഘടികാരം. 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 ഇനി അടുത്ത വാക്ക് നോക്കാം.
ഏതാണെന്നറിയോ? ഏതാണ്? നമ്മൾ ആകാശത്തിലൊക്കെ കാണുന്നതാണ്. എന്താണ്? മേഘം. 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 ഇപ്പോൾ നമ്മൾ ഘ എന്ന അക്ഷരം വെച്ചിട്ട് എന്തൊക്കെ പഠിച്ചു? ഘടികാരം, മേഘം. ഇനി വ്യഞ്ജനാക്ഷരങ്ങളിലെ 5ാമത്തെ അക്ഷരമായിട്ടുള്ള ങ എന്ന അക്ഷരം പഠിക്കാം. ഏതാണ്? ങ. ങ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ങ. ങ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ? ഇനി നമുക്ക് ഈ ങ എന്ന അക്ഷരം വെച്ചിട്ട് 2 വാക്കുകൾ പഠിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താണ്? നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് അല്ലേ? എന്താണ്? തേങ്ങ. 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 ഇനി അടുത്ത വാക്ക് ഏതാ നോക്കിയാലോ? ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഏതാണ്? ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് പറഞ്ഞേ. എന്താണ്? എന്താണ്? രാത്രികാലങ്ങളിൽ കണ്ണ് കാണുന്ന ഒരു പക്ഷിയാണ് അല്ലേ? ഈ പക്ഷിക്ക് എന്താണ് പറയാ? മൂങ്ങ. മൂങ്ങ. ഇപ്പോൾ നമ്മൾ ങ എന്ന അക്ഷരം വെച്ചിട്ട് 2 വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ങ, മൂങ്ങ, തേങ്ങ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു? ഒന്ന് പറഞ്ഞേ. ക, ഗ, 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 ങ. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ക, കലം, കണ്ണ്, ഗ, നഖം, മുഖം, ഗ, ഗാന്ധിജി, ഗദ, ഗ, ഘടികാരം, മേഘം. ലാസ്റ്റ് എന്ത് പഠിച്ചു? ങ, മൂങ്ങ, തേങ്ങ. ഇനി എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഖ, ഘ, ഗ, ഘ, ങ നന്നായിട്ട് എഴുതി പഠിക്കാം. ഓക്കെ. Like and subscribe.